ഹലോ ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാമേ. എനിക്കൊരു ചെറിയ ഇടിച്ചക്ക കിട്ടിയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇതായിട്ട് അരിഞ്ഞിതുപോലെ അരിഞ്ഞ് അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇത് മുങ്ങിക്കിടക്കുന്ന ഇത്രയും വെള്ളം മതി. എന്നിട്ട് നമുക്കതൊന്ന് വേവിക്കുന്ന വെച്ചാൽ തിള വന്നിട്ട് ഒരു 10-15 മിനിറ്റ് മതി. വെന്തങ്ങ് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് വെള്ളം പറ്റുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒരുമാതിരി വറ്റി കഴിഞ്ഞിട്ടും അത് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും. എന്നിട്ട് ഇതുപോലെ ഉടയ്ക്കണം. എന്നിട്ട് നമുക്ക് തോരന് വേണ്ട മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എന്നിട്ട് തേങ്ങ, ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും മറ്റേ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തത്, വെളുത്തുള്ളി ഇച്ചിരി ഏറെ എടുത്തോ. അത് ഞാൻ എണ്ണം പറയുന്നില്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അനുസരിച്ച് വെളുത്തുള്ളി മിനിമം ഒരു 10 എണ്ണമെങ്കിലും എടുക്കണം. അതിൻ്റെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ ഇടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. പിന്നെ കടുകും ഉലുവയും കറിവേപ്പിലയും കൂടെ എടുക്കണം. ഇത് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2 ടൈപ്പ് മുളക് പൊടിയും മിക്സ് ചെയ്തതും എല്ലാം കൂടെ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് അത് മാറ്റി വെച്ച് പിന്നെ ഒരു ചീനിച്ചട്ടി വയ്ക്കുക. അതിനകത്ത് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച കടുകും ഉലുവയും, അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിട്ട് പൊട്ടി ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളിയിൽ അതൊന്ന് ചതച്ച് അതും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് ചൂടായാൽ മതി. അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ച ഇടിച്ചക്കയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ കുഴച്ച് വെച്ച തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചില്ല അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം. ഈ സമയത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കടുക് പൊട്ടിച്ചതെല്ലാം ഉപ്പും തേങ്ങയുടെ ഇതും എല്ലാം നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ചെറിയ തീയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു ഇച്ചിരി വെള്ളം വരും അതിന്. ആ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കണം. വേവിച്ച് ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാൻ തുടങ്ങുന്ന പരുവം അതാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഇടിച്ചക്ക തോരനാണ്. മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും എനിക്കിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് കാരണം ഞാനൊന്ന് ഇതിടാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യണേ. താങ്ക് യു.